ആയിത്തീരാത്ത കാലത്തോളം അള്ളാഹുമായുള്ള സ്നേഹബന്ധത്തിലായി മാറാൻ നമുക്ക് കഴിയുകയില്ല. അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്ന അവന്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനു മുമ്പിൽ ഏത് പ്രതിബന്ധം വന്നാലും ശരി അതിനൊക്കെ തട്ടിമാറ്റി അതിനെ ബലിയർപ്പിച്ച് അതിനെ പ്രശ്നമാക്കാതെ തന്റെ സർവ്വ സൗകര്യങ്ങളും അവസരങ്ങളും ഒക്കെ അള്ളാഹുവിനെ പ്രീതിയും പൊരുത്തവും കരസ്ഥമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ അള്ളാഹുവിന്റെ സ്നേഹിതന്മാരായി അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള മഹത്തായ അവസരം നമുക്കൊക്കെ ലഭ്യമാവുകയുള്ളൂ. हाज़रीन इकराम, अल्लाह का वली कौन होता है? अल्लाह ताला क्या इरशाद फरमाया, अल्लाहु वलियुल्लज़ीना आमनू, अल्लाह ईमान वालों का दोस्त है। अल्लाह जब ईमान वालों का दोस्त है तो ईमान वाला कौन होता है? वल्लज़ीना आमनू अशद्दु हुब्बन लिल्लाह, तो सबसे ज्यादा अल्लाह से मोहब्बत करता है। जब बंदा मोमिन जब सबसे ज्यादा अल्लाह से मोहब्बत करता है तो अपने ऐश और इशरत को, अपने आराम को वह नहीं देखता, बल्कि जब सबसे ज्यादा अल्लाह से जब मोहब्बत करता है, जब वो मोहब्बत का दावा करता है, जब वो मोहब्बत का ऐलान करता है, तो उसकी क्या कैफियत होती है? वो सबसे ज्यादा अल्लाह की रजा को अपने नजरों में रखता है। अल्लाह कौन सी चीज को पसंद करता है, अल्लाह का मंशा क्या है, अल्लाह की मर्जी क्या है, उसके मुताबिक जब बंदा अपने आप को ढालता है तभी वो ईमान वाला होता है, तभी वो अल्लाह के दोस्तों की फहरिस्त में शामिल हो सकता है। ബഹുമാനികളെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ സ്നേഹിതന്മാർ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു വലിയുല്ലദീന ആമനു, അള്ളാഹുവിൽ വിശ്വസിച്ചതായ ആളുകൾ, ഈമാനുള്ള ആളുകൾ, അവരുടെ സ്നേഹിതനാണ് അല്ലാഹു തആല. മുഅ്മിനീങ്ങളായ ആളുകളുടെ സ്നേഹിതനാണ് അല്ലാഹു തആല. ഈ മുഅ്മിനീങ്ങളായ ആളുകളുടെ സ്നേഹിതനായി അല്ലാഹു തആല മാറുമ്പോൾ ഈ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താണ്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങളായ ആളുകൾ ശക്തമായ നിലക്ക്, ശദീദായ നിലക്ക്, വളരെ ശദീദായ നിലക്ക്, വളരെ ശക്തമായ നിലക്ക് അള്ളാഹുവിനോട് സ്നേഹമുള്ളവരാണ്. അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ് ഈമാനിന്റെ വക്താക്കളായ ആളുകൾ. അള്ളാഹുവിനെ ഒരാള് അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സ്നേഹം നമ്മളോട് ആവശ്യപ്പെടുന്ന പ്രധാനമായ ഒരു കാര്യമാണ്. ആ സ്നേഹിക്കപ്പെടുന്നവനായ അള്ളാഹുവിന് വേണ്ടി തന്റെ സർവ്വതും ബലിയർപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹിതന്മാരായ ഈ മുഅ്മിനീങ്ങൾ, അള്ളാഹുവിനെ ശക്തമായി സ്നേഹിക്കുന്ന ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ, അവരുടെ ആരോഗ്യമാകട്ടെ, ധനമാകട്ടെ, സമ്പത്താകട്ടെ, സന്താനമാകട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഏതെല്ലാം അവസരങ്ങൾ നൽകിയിട്ടുണ്ടോ അതിനൊക്കെ ഒരു സുഖകരമായ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതിനപ്പുറം അത് മുഴുവനും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ സന്തോഷം പ്രാപിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ താല്പര്യം ഏതോ ആ താല്പര്യത്തെ എത്തിക്കുന്നതിന് വേണ്ടി തനിക്ക് ലഭിച്ച അവസരങ്ങൾ മുഴുവനും സമർപ്പിക്കുക, ബലിയർപ്പിക്കുക എന്നുള്ള അവസ്ഥയുള്ള ഒരു ജീവിതമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരെ ജീവിച്ചുകൊണ്ടിരിക്കുക. അതല്ലാതെ തനിക്ക് ഇഷ്ടപ്പെട്ട തോന്നിയതുപോലുള്ള ജീവിതം ജീവിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അള്ളാഹുവിന്റെ സ്നേഹിതന്മാരാണെങ്കിൽ, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ് എങ്കിൽ ഈ മുഅ്മിൻ അവന്റെ പക്കലുള്ള സർവ്വതും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും ഖുർബാനാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലായിരിക്കും ജീവിക്കുക എന്ന് നാം മനസ്സിലാക്കണം. दोस्तों, अल्लाह का जब महबूब बंदा, जब अल्लाह की मोहब्बत जब उसके अंदर जब पैदा होती है, जब ईमान की जब नेमत जब अल्लाह ताला जब उसे अता करता है, क्या कैफियत होती है? वो अल्लाह की राह में कुर्बान होने के लिए जब तैयार होता है, वो ये देखता है कि मेरे परवरदिगार की मर्जी क्या है। और अल्लाह भी मोहब्बत जब करता है बंदे से, अल्लाह भी यही चाहता है कि मेरा बंदा मेरी राह में क्या कुर्बानी दे रहा है, मेरी राह में क्या कुर्बानी वो दे रहा है। देखो अजीज दोस्तों, अल्लाह तबारक व तआला अपने कलाम में क्या इरशाद फरमा रहा है, कुल इन्ना सलाती व नुसकी व महयाया व ममाती लिल्लाहि रब्बिल आलमीन। ऐ नबी आप कह दीजिए, तुम्हारी नमाजें, तुम्हारे कुर्बानियां, तुम्हारी हयात, तुम्हारी मौत अगर किसी के लिए हो तो तुम्हारे परवरदिगार के, तुम्हारे रब के लिए होना चाहिए। अब हम अपना मुहासिबा करें, आज हम क्या समझ रहे हैं? आज हम कुर्बानी समझते हैं सिर्फ जिलहज्जा में जब ईद आती है कुर्बानी दे दिए, हम ये समझ रहे हैं कि मैं कुर्बानी दे दिया। वो कुर्बानी क्या है? वो फर्ज नहीं है, अगर दे तो सवाब, नहीं दे तो कोई मसला नहीं है।
बुजुर्गों, लेकिन हम वो कुर्बानी देकर ये समझ रहे हैं कि हाँ मैं कुर्बानी दे दिया हूं। वो कुर्बानी तो अपनी जगह है, लेकिन वो कुर्बानी से पहले अल्लाह क्या कुर्बानियां चाहता है। अगर बंदा मोमिन उस तरफ अगर अपनी तवज्जो डालेगा, जरूर बजरूर अल्लाह उस बंदे को अपनी मोहब्बत अता फरमाएगा। ബഹുമാനികളെ, അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ സ്നേഹത്തിനായി ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതായ അടിമ, അവന്റെ വിശേഷത തന്നെ അവന്റെ പക്കലുള്ള സർവ്വതും അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കുന്ന, ഖുർബാനാക്കുന്ന ഒരവസ്ഥയിലുള്ള ജീവിതമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അടിമകളിൽ ഉണ്ടാവുക. മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിനെ ശക്തമായി സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് തോന്നിയ ഒരു ജീവിതം ജീവിക്കുന്നവരല്ല, മറിച്ച് അവരുടെ പക്കൽ എന്തുണ്ടോ അവര് അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കുന്നുവെങ്കിൽ എന്തെല്ലാം അള്ളാഹുവിന് വേണ്ടി അവർ സമർപ്പിക്കണം എന്നതുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സർവ്വത്തിനുപരി അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന മുഅ്മിനായ മനുഷ്യൻ